ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഉറക്കെ പറഞ്ഞേ, ഇതിങ്ങനെയല്ല. ഞാൻ തന്നെ, യേശു പറഞ്ഞു ഞാൻ തന്നെ. പറഞ്ഞേ, ആ തന്നെ എന്നുള്ള ഒന്ന് പോസ് ചെയ്ത് പറഞ്ഞേ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതുകൊണ്ട് ഒന്ന് ഓർത്തോണം, ഞാൻ വഴിയും സത്യവും എന്നല്ല, ഞാൻ മാത്രം. ഐ ആം ദ ഓൺലി വേ. നിങ്ങൾ എവിടെ പോയാലും യേശുവിനെ കൈവിട്ട് കളയരുത്. ഈ ലോകത്ത് 2.7 ബില്യൺ ആളുകൾ ഒരു കാർപ്പന്റർ പണ്ട് പറഞ്ഞ ഒരൊറ്റ വലിയ വട്ടം പിടിച്ചിട്ടുണ്ട്. ഒരു ജൂയിഷ് കാർപ്പന്റർ, ഒരു വില്ലേജ് കാർപ്പന്റർ നടത്തിയ പ്രഖ്യാപനമാണ്. അതിനുശേഷം എത്രയോ മഹാരഥന്മാരുണ്ടായി മക്കളെ. ഐ ആം ദ ഓൺലി വേ. യേശു ക്രിസ്തു ഏക രക്ഷകൻ. എവിടെ പോയാലും ഏറ്റു പറയണം. യേശുവിനോടുള്ള ഇന്റിമസി, നിങ്ങളുടെ കർത്താവിനോടുള്ള ഇന്റിമസി. ഒത്തിരി മതങ്ങളുണ്ട്, ഒത്തിരി വിശ്വാസങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർക്കണം, നിങ്ങൾ എപ്പോഴാണ് ഇപ്പോൾ ജയിച്ചു, പക്ഷെ നിങ്ങളുടെ അധ്യാപകർ എപ്പോഴാണ് തോൽക്കുന്നതെന്നറിയാം. ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകൾ, ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മകൻ നിങ്ങളുടെ മാമോദീസ തൊട്ടിയെ കടന്ന് അരുതാത്തൊരു പ്രണയബന്ധത്തിലേക്ക്, മാമോദീസായെ കടന്നുപോയി നിങ്ങളൊരു വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകൻ തോറ്റുപോകും, നിങ്ങളുടെ ഇടവകപ്പള്ളി തോറ്റുപോകും, നിങ്ങളുടെ തിരുമേനി തോറ്റുപോകും. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു വിക്ടിമാകുമ്പോ നിങ്ങളുടെ തിരുമേനി തോറ്റുപോകും, നിങ്ങളുടെ ക്ലാസ് മുറികൾ തോറ്റുപോകും, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ 12 പേരും തോറ്റുപോകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതൊരുപാട് രാഷണലിസത്തിന്റെ കാലമാണ്. യുക്തിയിൽ ബോധ്യപ്പെടുന്നത് മാത്രം ശരിയെന്നാണ് ഈ കാലം പറയുന്നത്. അതുകൊണ്ട് ദൈവം എന്നൊക്കെ പറയുമ്പോ ബൈബിളൊക്കെ നോക്കിയിട്ട് അത് അങ്ങനെ നടക്കുവോ, ഇതിങ്ങനെ നടക്കുവോ, ഇത് എന്ത് യുക്തിയാണെന്ന് ചോദിക്കുന്ന, അതൊന്നും പറയാൻ ഈ സമയം ഒരു ക്ലാസ് അല്ലല്ലോ എനിക്ക്. റാഷണലിസത്തിന്റെ കാലമാണ്, പ്ലൂറലിസത്തിന്റെ കാലമാണ്. ഓൾ ദ വേ ലീഡ്സ് ടു ഗോഡ്. ഏത് വഴി പോയാലും ദൈവം, അതുകൊണ്ട് അവിടെ പോയാലും മതി. ഓൺലൈനൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഒത്തിരി പരിമിതിയുണ്ട്. ഇവിടെ പോയാലും മതി. അല്ല, ഞാൻ തന്നെ, ഞാൻ മാത്രം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. സ്കെപ്റ്റിസിസത്തിന്റെ കാലമാണ്. സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നത് മാത്രമാണ് ശരി. സയൻസ് എന്ത് പറയുന്നു അത് കാണാൻ പറ്റുമോ, അത് കേൾക്കാൻ പറ്റുമോ? അതിലെ ഞാൻ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ ആരെങ്കിലും ആറ്റത്തെ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കുട്ടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മോളിക്കൂളിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കാറ്റലിസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? പറയൊരു വാക്കില്ല. കണ്ടിട്ടുണ്ടോ? എസ് ഓർ നോ? പക്ഷെ ഇതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നമ്മുടെ 1400 ഗ്രാം തലച്ചോറിനപ്പുറം എന്തൊക്കെയാണ്. അതിനെ അടയാളങ്ങളും കാര്യങ്ങളും കഥകളും കൊണ്ട് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് പുസ്തകത്തിൽ. പറഞ്ഞറിയിക്കാനാകാത്തതിനെ ആവിഷ്കരിക്കാനാണ് അടയാളങ്ങളും കഥകളും. അതുകൊണ്ടാണ് 1-ാം ദിവസം ഇതുണ്ടായി, 2-ാം ദിവസം ഇതുണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എത്താത്ത കാര്യത്തെ. അതുകൊണ്ട് സ്കെപ്റ്റിസിസം സയന്റിഫിക്കലി പ്രൂവ് ചെയ്യുന്നത് മാത്രമേ വിശ്വസിക്കുള്ളൂ. അല്ലെങ്കിൽ പറയാം റൊമാന്റിസിസം, മനോഹരമായത് മാത്രമാണ് സത്യം, മനോഹരമായതിന്റെ പിറകെ മാത്രം പോവും. ഹെഡനിസം, സുഖം തേടാനുള്ളതാണ് ജീവിതം, സുഖം തേടാൻ അതിന്റെ പിറകെ മാത്രം പോവും. എക്സിസ്റ്റൻഷ്യലിസം ഉണ്ട്, നിന്റെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം നിനക്കാണ്, എനിക്ക് മാത്രമാണ്. അബോർഷൻ ചെയ്യണോ, അത് എന്റെ മാത്രം അവകാശമാണ്. സൂയിസൈഡ് ചെയ്യണോ, അത് എന്റെ മാത്രം അവകാശമാണ്. പറയാ സമയം എണ്ണി പറഞ്ഞതിൽ 24 തിയറി ജോൺ 14:6 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും, ഉറക്കെ പറ, വഴിയും സത്യവും. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും യേശുവിനോടുള്ള ഇന്റിമസി. നിങ്ങൾ ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോ നിങ്ങൾ എന്ത് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസമാണ് നേടിയത്? അതൊരു ചോദ്യമാണ്. ക്ലാസ് മുറികൾ പിന്നിൽ അടഞ്ഞു പോകുകയും നമ്മുടെ ഗുരുക്കന്മാർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും നമ്മുടെ പാഠപുസ്തകങ്ങൾ അടച്ചു വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് ബാക്കിയാകുന്നതിന്റെ പേരാണ് വിദ്യാഭ്യാസം. അങ്ങനെ വല്ലതും ബാക്കിയുണ്ടോ? എന്റെ മുഖത്ത് നോക്ക്. 12ാം ക്ലാസ് കഴിയുമ്പോ നിങ്ങളുടെ 12 ക്ലാസിന്റെയും മുറികൾ അടഞ്ഞുപോയി. നിങ്ങളുടെ അധ്യാപകർ
മടങ്ങിപ്പോയി. നിങ്ങളുടെ പുസ്തകങ്ങൾ അടഞ്ഞു പോയില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഒന്ന് പറയൂ മക്കളെ, യെസ് എന്ന് പറ. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയുള്ളതെന്താ? അതിന്റെ പേരാണ് വിദ്യാഭ്യാസം. തിരുമേനി പറഞ്ഞതുപോലെ ട്യൂഷൻ അല്ല, അതൊരു ഇൻട്യൂഷനാണ്. അതൊരു ഇൻട്യൂഷനാണ്. അവിടെയാണ് യേശുവിനോടുള്ള ഇന്റിമസി. യേശു എനിക്കാരാണ്, എന്റെ കർത്താവ് എനിക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മനുഷ്യരായി യേശുവിനെ കൈവിടാൻ നിങ്ങളുടെ മാമോദിസ തൊട്ടി തോറ്റുപോകാതെ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ അല്ലേ, എല്ലാ പ്രണയങ്ങളും എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടാണ്. ഞാൻ ഈ 10-18 വയസ്സുള്ള കുഞ്ഞുങ്ങളോടുകൂടെ സംസാരിക്കുകയാണ്. എന്തെങ്കിലും കാണാതെ ഒരു പ്രേമവും ഇല്ല അല്ലേ? മുടി കണ്ടിട്ട്, ചിരി കണ്ടിട്ട്, ഉള്ള പോക്ക് കണ്ടിട്ട്, എന്നിട്ടൊക്കെയാണ് മെസ്സേജ്. ഒന്നും കാണാതെ സ്നേഹിച്ച 2-3 പേരേ ഉള്ളൂ. ഒന്ന് അപ്പനാണ്, ഒന്ന് അമ്മയാണ്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ജനിച്ച സമയത്ത് ഫോട്ടോ വീട്ടിലുണ്ടോ? തിരുമേനി ഫോട്ടോയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? ജനിച്ച 28 കെട്ടിട്ടല്ല, ജനിച്ച സമയത്തെ ഉണ്ടാവില്ല. ഒരു ചന്തവും ഇല്ലായിരുന്നു കാണാൻ. ഒരു വാൽമാക്കരുടെ ഒക്കെ കൂട്ട്, ഒരു വലിയ തലയും 2 കൊച്ചുകാലും ഒക്കെ ആയിട്ട് ഷെയ്പ്ലെസ് ആയിരുന്നു. അകത്ത് കിടന്നപ്പോ 2 കൈ ഉണ്ടെന്നറിഞ്ഞ് സ്നേഹിച്ച ഒരു അമ്മയില്ല. അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോ 2 കാലുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മുടെ അപ്പൻ നമ്മളെ സ്നേഹിച്ചത്. നമ്മുടെ ദൈവം അങ്ങനെ തന്നെയാണ് നമ്മളെ ഇങ്ങനെ എലക്ട് ചെയ്ത്. ഇപ്പം നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടാണ് പലരും മെസ്സേജ് അയക്കാൻ പോണത്. നമ്മൾ ഷെയ്പ്ലെസ് ആയിരുന്നു സ്നേഹിച്ച ചുരുക്കം വിരലെണ്ണാവുന്ന മനുഷ്യരുണ്ട്. അവരെ കളയാതിരിക്കുക, അവരോടുള്ള ഗുരുത്വം നഷ്ടപ്പെടുത്താതിരിക്കുക. 3-ാം മാസം അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോ 2 മാസം ഉള്ളപ്പോ നിങ്ങളുടെ അമ്മ ഒന്ന് ആഞ്ഞ് നടന്നിരുന്നെങ്കിൽ കലങ്ങിപ്പോയനെ. നമ്മുടെ അമ്മ ഒന്ന് തിരിഞ്ഞു കടന്നിരുന്നെങ്കിൽ കലങ്ങിപ്പോയനെ. നമ്മൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ഗുരുത്വമാണ്. നല്ല വിദ്യാഭ്യാസം ഈ ആർദ്രതയാണ്, ഈ പുഞ്ചിരിയാണ്, ഈ സ്നേഹമാണ്. യേശുവിനോടുള്ള ഇന്റിമസി നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തരുത്. തിരുമേനി പറഞ്ഞതുപോലെ ഇങ്ങനെ വിനയപ്പെട്ട്, ഇന്ന് വേദഭാഗം കേട്ടില്ലേ? തന്നെത്താൻ താഴ്ത്തുന്നവനല്ല ഉയർത്തപ്പെട്ടു അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ മോള് ഫ്രണ്ടിൽ ഇരിപ്പുണ്ടല്ലോ, ഈ എക്സ്റേ കണ്ടുപിടിച്ചത് ആരാണ്? പറയണമെന്നില്ല. നമ്മുടെ ഈ കാലത്തിന്റെ ഒരു പ്രശ്നം, നമ്മൾ ഏത് വിഷയമാണോ പഠിക്കുന്നത് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. സാർ പറയുന്നുണ്ട്, വില്യം കോൺറാഡ് റോൺജൻ എന്ന് പറയുന്ന മനുഷ്യൻ എക്സ്റേ കണ്ടുപിടിച്ച സമയത്ത്, അത് അന്നത്തെ കാലത്തെ ഒരു വലിയ കണ്ടുപിടുത്താണ്. അദ്ദേഹത്തോട് പലരും പറഞ്ഞു, ഇതിന് അങ്ങയുടെ പേരിടണം, റോൺജൻ റേസ്, റോൺജൻ റേസ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് അജ്ഞാതമായത് എന്തൊക്കെയുണ്ട്, എന്റെ ബുദ്ധിക്ക് അപ്പുറമായത് എന്തൊക്കെയുണ്ട്, എനിക്ക് പിടുത്തം കിട്ടാത്ത ഒരു പരാശക്തിയുണ്ട്. നമ്മൾ ഈ സങ്കല്പിക്കുന്ന ചില കാര്യങ്ങളെ എ പറയല്ലേ, ബി എന്ന് പറയും, അല്ലെങ്കിൽ എക്സ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് ആ മനുഷ്യൻ തന്റെ പേരിടാതെ റോൺജൻ റേസ് എന്ന് പേരിടാനുള്ള സാധ്യത, ഞാൻ 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 എന്ന ഭാവം അതല്ല. അദ്ദേഹം പറഞ്ഞു, അതിന്റെ പേര് എക്സ്റേ. എനിക്ക് അജ്ഞാതമായത്, എനിക്ക് എത്താനൊക്കാത്തത്, എനിക്ക് പിടുത്തം കിട്ടാത്ത. ഞാൻ ഈ എക്സ്റേയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം പെട്ടെന്ന് ഓർത്തത്. ഞാൻ ഒരാളുടെ പേര് പറയാം. ആ പേര്, അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച സാധനം ഈ സദസ്സിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ പേര് ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണ്. അദ്ദേഹം കണ്ടുപിടിച്ച സാധനത്തിന്റെ പേര് പറയാം. ഞാൻ കുട്ടികളോട് ആദ്യം ചോദിക്കുകയാണ്, ജോസഫ് സിറിൽ ബാംഫോർഡ് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച സാധനം. നിങ്ങൾ ഇന്നത്തെ പകലും കണ്ടിട്ടുണ്ട്. അധ്യാപകർ പറയുന്നുണ്ട്, കുട്ടികൾ പറയും. ആ 3 വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ജെ, ജോസഫ്, സിറിൽ, JCB. അദ്ദേഹം കണ്ടുപിടിച്ച യന്ത്രത്തിനകത്ത് ആ നേട്ടത്തിന് സ്വന്തം പേര് വേണമെന്ന് അദ്ദേഹം അന്ന് വലിയ വാശി പിടിച്ചത്രേ, വലിയ വാശി പിടിച്ചത്രേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് എക്സ്റേ കുറിച്ച് ഓർത്തപ്പോ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. നിങ്ങളിങ്ങനെ ഒരു സിലബസിന് പുറത്തേക്ക് പോവാണ്. അവിടെ ഇരിക്കാനുള്ളതല്ല സിലബസ്. പുതിയ യാത്രകൾ, പുതിയ വായനകൾ, പുതിയ പാഠങ്ങൾ, പുതിയ ആകാശം. പുഞ്ചിരി കളഞ്ഞു പോകാതിരിക്കുക.
മലയാളത്തിലൊരു മനോഹരമായ സിനിമ ഉണ്ടായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞൊക്കെ ചില കുട്ടികളൊക്കെ അങ്ങോട്ട് നോക്കുന്നത്. ഹെലൻ എന്നാണ് സിനിമയുടെ പേര്. 3-4 വർഷം മുമ്പാണ്. 3-4 എന്ന് എനിക്കറിയില്ല. ഒരു കോൾഡ് സ്റ്റോറേജിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അന്നാബൻ അവതരിപ്പിച്ചൊരു കഥാപാത്രം. ഇപ്പോഴാണ് ചിലരൊക്കെ എന്നെ നിവർന്നൊന്ന് നോക്കിയത്. ഈ പെൺകുട്ടി ഒരു കോൾഡ് സ്റ്റോറേജിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ നീണ്ട കഥയൊന്നുമല്ല. ഇവളൊരു ദിവസം വീട്ടിൽ മടങ്ങിയെത്തുന്നില്ല. 17-18 വയസ്സാണ്, അല്ല 20 വയസ്സാണ്. അവളൊരു വലിയ ഷോപ്പിംഗ് മാളിലെ ഒരു KFC പോലുള്ള ഒരു സ്റ്റോറേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവള് വീട്ടിൽ മടങ്ങിയെത്താത്തപ്പോ അവളെ കുറിച്ചുള്ള അന്വേഷണമാണ് ആ രാത്രി മുഴുവൻ. അവളെങ്ങും കിട്ടുന്നില്ല. പല വഴി നോക്കി. അവസാനം വലിയ മോളിന്റെ സെക്യൂരിറ്റിയിൽ വരെ അന്വേഷണം. ഈ രാത്രി തന്നെ പോലീസ് എത്തുന്നുണ്ട്. അയാൾ പറഞ്ഞു, സാറേ അവൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അവൾ ഇവിടുന്ന് പോയിട്ടില്ല. അപ്പൊ പോലീസിന് സംശയമായി. ഒരു ദിവസം നൂറുകണക്കിന് ആളുകൾ വരുന്ന ഈ മോളിൽ നിന്ന് അവള് മാത്രം പോയിട്ടില്ലെന്ന് ഇയാൾക്ക് എത്ര എന്ന് പറയാൻ പറ്റും? അന്വേഷണം അയാളിലേക്ക് ആ രാത്രി തന്നെ പോവുകയാണ്. ഇയാളറിയാതെ ഒന്നും പറ്റില്ല. പക്ഷെ അയാൾ പാവപ്പെട്ട മനുഷ്യൻ. അയാൾ പറഞ്ഞു, സാറേ അവൾ ഇവിടെ വന്നിട്ടുണ്ട്, അവള് പോയിട്ടില്ല, അതെനിക്കറിയാം. പോലീസ് ചോദിക്കുന്നുണ്ട്. 100, 200, 300 പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് പല ഇടങ്ങളിലായി. എത്ര പേര് വന്നു പോകുന്നു, കസ്റ്റമേഴ്സ്. പക്ഷെ ഈ കൊച്ചു പെൺകുട്ടി തിരിച്ചു പോയിട്ടില്ല. ഇയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? സാറേ, അയാൾ പറഞ്ഞൊരു മറുപടിയാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. അയാൾ പറഞ്ഞു, സാറേ ഇവിടെ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട് പല ഇടങ്ങളിലായി. ഷീ മോളുണ്ടല്ലോ, എല്ലാ ദിവസവും വരുമ്പോ എന്നോടൊരു ഗുഡ് മോർണിംഗ് പറയും. ഞാനൊരു സെക്യൂരിറ്റിയാ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാ, എന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊരു സെക്യൂരിറ്റി അങ്ങനെ മൈൻഡ് ചെയ്യാറില്ലല്ലോ. തിരികെ പോകുമ്പോൾ അവൾ എനിക്കൊരു ഗുഡ് ഈവനിങ് പറയാറുണ്ട്. അവൾ മാത്രം. എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് പറയും, വൈകുന്നേരം ഒരു ഗുഡ് ഈവനിങ് പറയും. പക്ഷെ ഇന്നത്തെ ദിവസം എന്റെ പൊന്നു സാറേ എനിക്കൊരു ഗുഡ് ഈവനിങ് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് പിന്നെ ഈ അന്വേഷണം മോളിനകത്ത് മാത്രമാവും. അങ്ങനെ ഈ കോൾഡ് സ്റ്റോറേജിനകത്ത് നിന്ന് അർദ്ധപ്രാണനോടെ വെളുപ്പിന് അവളെ കിട്ടുന്നുണ്ട്. അവളെ പെട്ടുപോയതാ എങ്ങനെയോ പുറത്തുനിന്ന് അടഞ്ഞപ്പോ. വലിയൊരു ഫ്രീസറിനകത്ത് പെട്ടുപോയതാണ്, റൂം ഫ്രീസറിനകത്ത്. ഒരു ചെറിയ സെക്യൂരിറ്റി കണ്ടാൽ മൈൻഡ് ചെയ്യേണ്ട, ഗൗനിക്കാൻ യാതൊരു ക്രൈറ്റീരിയയും നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒരാളോട് അവൾ കൊടുത്തൊരു പുഞ്ചിരിയിലും ഒരു ഗുഡ് മോർണിംഗിലുമാണ് അവൾ വീണ്ടെടുക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഒരു കലാലയം എന്ന് പറയുന്നില്ല, ഒരു സിലബസ് പൂർത്തീകരിച്ച് പാഠപുസ്തകങ്ങൾ അടച്ചു വെച്ച് മടങ്ങിപ്പോകുമ്പോ ഈ പുഞ്ചിരി നഷ്ടപ്പെട്ടു പോകരുത്. ചെറിയ മനുഷ്യരോടുള്ള ആർദ്രത നഷ്ടപ്പെട്ടു പോകരുത്, അല്ലേ? ചെറിയ ആളുകളോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ പുഞ്ചിരി കളഞ്ഞു പോകുന്നിടത്ത് നിങ്ങളുടെ സൺഡേ സ്കൂളും കളഞ്ഞു പോകണം. കാരണം ഈ പുസ്തകം ഒരിക്കലും ജീവിക്കാൻ കൊള്ളാവുന്ന പുസ്തകമല്ല. ജീവിക്കാൻ നിങ്ങളുടെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന ജോഗ്രഫിയുടെ പുസ്തകം എടുക്ക്, സിവിൽ എഞ്ചിനീയറിംഗിന്റെ പുസ്തകം എടുക്ക്. നിങ്ങളുടെ ഷെൽഫിൽ വെച്ചിരിക്കുന്ന, നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന അനാട്ടമിയുടെയോ ക്വാണ്ടം മെക്കാനിക്സിന്റെയോ തെർമോഡൈനാമിക്സിന്റെയോ വ്യാഖ്യാനങ്ങൾ എടുക്ക്. ഈ പുസ്തകം ജീവിക്കാൻ കൊള്ളില്ല. This is not help to live. This book is help to survive. ഇത് അതിജീവിക്കാൻ കൊള്ളാവുന്ന പുസ്തകമാണ്. നിങ്ങൾ എവിടെ പോകുമ്പോഴും യേശുവിനോടുള്ള ഇന്റിമസി, നിങ്ങളുടെ കർത്താവിനെ മുറുകെ പിടിക്കുന്നു. ഇനിയിപ്പോ നിങ്ങളെ എവിടെ കാണാമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലല്ലോ എന്ന് നിങ്ങളുടെ ടീച്ചർക്ക് അന്വേഷിക്കാം, അല്ലേ സാറേ? 8ാം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് 9ാം ക്ലാസ്സിൽ വരണം, 10ൽ വരണം. 12 കഴിഞ്ഞു. എനിക്കറിയാം ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗത്തെയും ദിവ്യബോധനത്തിൽ കാണാനൊക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഇരിക്കുന്നതിൽ ഭൂരിഭാഗത്തെയും നാളുകളിൽ മർത്തമറി സമാജത്തിൽ കാണാനൊക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയൊക്കെ ആകാം, നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികളാണ്. നിങ്ങൾ നാളെ, പക്ഷെ നിങ്ങൾ ഇനി ഇതുവരെ ഈ 12ാം ക്ലാസ് വരെ നിങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങളുടെ പള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു, നിങ്ങളുടെ അധ്യാപകർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇനിമേൽ നിർബന്ധങ്ങളില്ല. വികാരിയച്ഛന്റെ പാസീവായ ചില അന്വേഷണങ്ങൾ മാത്രമേ കാണുള്ളൂ. മോളെ കണ്ടില്ലല്ലോ പള്ളിയില്, മോനെ കണ്ടില്ലല്ലോ പള്ളിയില്. ഇനിമേൽ നിങ്ങളുടേതാണ്. ഞാൻ പറയട്ടെ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും പറയുന്നു, നമുക്ക് 2 വഴിയുണ്ട്. ഒന്നെങ്ങനെയും ജീവിക്കാം,
2, ഇങ്ങനെ ജീവിക്കൂ എന്ന് തീരുമാനിക്കാം. 12ാം ക്ലാസ് കഴിഞ്ഞ് യൗവനത്തിന്റെ പ്രസരിപ്പിലേക്ക് പോകുമ്പോ പള്ളിയും പട്ടക്കാരനും സഭയും വിശ്വാസങ്ങളും കുദാശകളും വിശുദ്ധ വചനവും ഒക്കെ മുന്നിലുള്ളപ്പോ എന്റെ കുഞ്ഞുങ്ങളെ, we have 2 options. ഫസ്റ്റ് വൺ ഈസ് എങ്ങനെ ജീവിക്കാം, പള്ളി വരാം വരാതിരിക്കാം. സെക്കൻഡ് ഓപ്ഷൻ, ഇങ്ങനെ ജീവിക്കൂ. ഞാൻ പഠിച്ച പാഠങ്ങൾ എന്നിൽ നിന്ന് കളഞ്ഞു പോകാതെ, എന്നിൽ നിന്നും മറന്നു പോകാതെ, ജീവിതത്തിന്റെ തോൽവികളിൽ തോറ്റുപോകാതെ, വീണുപോകാതെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ അവസാനിപ്പിച്ചോളാം. ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു, ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളത് ദൈവം നമുക്ക് തന്ന സമ്മാനമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നാം ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനമാണ്. ഈ ഒരു വരി ഇപ്പൊ ഉറങ്ങുന്നില്ലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് പേരൻസ് ഉണ്ട്, വീടുണ്ട്, നിങ്ങൾക്ക് സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, ഭക്ഷണമുണ്ട്, വാഹനമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു, എന്തായിരിക്കുന്നു എന്നുള്ളത് ഉയരത്തിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. പക്ഷെ യൗവനത്തിന്റെ 16കളിലേക്ക് 18കളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇനി എന്തു ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. നമ്മുടെ വിശ്വാസത്തെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം. 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഇലോൺ മസ്കും യുവാൽ നോവ ഹരാരിയും റിച്ചാർഡ് ഡോക്കിൻസും ഒക്കെ മതിയോ? അവരൊക്കെ നമ്മുടെ ഗാഡ്ജറ്റുകളെ അപ്ഡേറ്റ് ചെയ്യാൻ അല്ലേ? പക്ഷെ നമ്മുടെ വിശ്വാസം കൂടെ അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഹരാരിയും ഇലോൺ മസ്കും നമ്മുടെ ജീവിതത്തിന്റെ ടെക്നോളജി അല്ലേ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന വിശ്വാസത്തിൽ, യേശുവിനോടുള്ള ഇന്റിമസി. നിങ്ങൾ പഠിച്ച പുസ്തകമുണ്ടല്ലോ, ഈ പുസ്തകമുണ്ടല്ലോ, സം ബുക്ക് ഇൻഫോം, അതർ ബുക്സ് റിഫോം. പക്ഷേ ദ ഓൺലി ബുക്ക് ദ ട്രാൻസ്ഫോം. ഇത് വായിക്കാത്തൊരു ദിവസം ഉണ്ടാകല്ലേ. ഒരുപാട് കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയേണ്ടത്. ആർദ്രത നഷ്ടപ്പെടുത്താത്ത, പുഞ്ചിരി കളഞ്ഞു പോകാത്തൊരു ജീവിതം. 2004 ഒളിമ്പിക്സിലെ മാരത്തോൺ മത്സരത്തിൽ അവസാന ലാപ്പിൽ വിജയത്തിലേക്ക് കുതിച്ചൊരു വാണ്ടർ ഡി ഡിലീമ എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരനുണ്ട്. അദ്ദേഹം ഒരു ബ്രസീലിയൻ ഓട്ടക്കാരനാണ്. അവസാന സ്വർണ്ണ മെഡലിന് തൊട്ടു മുമ്പ്, ഒരു 50 മീറ്റർ മുമ്പ്, 2004 ഗാലറിയിൽ നിന്നൊരു ഭ്രാന്തൻ, കിളിപോയ മനുഷ്യൻ ഈ ഓടി വന്നിട്ട് വാണ്ടർ ഡിലീമയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ഗാലറിയിലേക്ക് കൊണ്ടുപോയി. സ്വർണം നഷ്ടപ്പെട്ടു. അദ്ദേഹം തിരിച്ചു പെട്ടെന്ന് ഓഫീഷ്യൽസ് വിടുവിച്ച് തിരിച്ചോടുന്നുണ്ട് സെക്കൻഡ്സിൽ. പക്ഷെ 3ാം സ്ഥാനവും കഴിഞ്ഞുപോയി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? സൂയിസൈഡ് ചെയ്തേനെ. ഒളിമ്പിക്സിന്റെ മെഡലാണ് പോകുന്നത്. പക്ഷെ ആ മനുഷ്യൻ പിന്നെ ഓടിയതുണ്ട്. ഈ ഇരിക്കുന്ന കോട്ടിട്ട, ഈ ഗൗണിട്ട മക്കൾ എന്നെ നോക്കണം. സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടിട്ട്, ഒരു ഭ്രാന്തന്റെ ആലിംഗനത്തിൽ നഷ്ടപ്പെട്ടിട്ട് അയാൾ പിന്നെ സ്തബ്ധനായി നിന്നില്ല. 4ാമതോ 5ാമതോ അയാൾ വളരെ പെട്ടെന്ന് പിറകിൽ ഓടി വരുന്നൊരു രംഗമുണ്ട്. അതിങ്ങനെയാണ്, 2 കൈകളും 2 വശത്തേക്ക് വിരിച്ച് ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ ഓടി 4ാമതോ 5ാമതോ ഫിനിഷ് ചെയ്യുന്നുണ്ട്. വാണ്ടർ ഡി ഡിലീമ തോറ്റുപോയി, മെഡൽ കിട്ടിയില്ല. ഒരു കാര്യം പറയട്ടെ, കറക്റ്റ് 10 വർഷം കഴിഞ്ഞ് 2014 ഒളിമ്പിക്സ് നടന്നത് ബ്രസീലിലാണ്. അന്ന് അവിടെ ദീപശിഖ കൊളുത്താൻ ഒളിമ്പിക് അസോസിയേഷൻ തെരഞ്ഞെടുത്തത് തോറ്റുപോയ ഈ മനുഷ്യനെയാണ്. എന്തിനെന്നൊരു ചോദ്യമുണ്ട്. തോറ്റുപോയത് കൊണ്ടല്ല, തോൽവിയെ അഭിമുഖീകരിച്ചൊരു ശൈലിയുണ്ട്. നിങ്ങൾ പഠിച്ച സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം നിങ്ങളെ തോൽപ്പിക്കരുത്. ഒരു പ്രേമനൈരാശ്യത്തിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ സൺഡേ സ്കൂളിൽ തോറ്റുപോകും. ഒരു പ്രണയത്തിന്റെ ആസക്തിയിൽ പള്ളി വിട്ടോടുമ്പോ, സഭ വിട്ട് കളയുമ്പോ നിങ്ങളുടെ അധ്യാപകർ തോറ്റുപോകും. തോൽക്കാനുള്ളതല്ല ജീവിതം. പൂമ്പാറ്റയെ പോലെ പറക്കാനുള്ളതാണ്. വഴിയിൽ വീഴ്ത്തിക്കളയുന്ന ഒത്തിരി ഇടങ്ങൾ ഉണ്ടായേക്കാം. ഈ 12 വർഷം ഒരു ചവിട്ടുപടി മാത്രമാണ്. ഇനി സിലബസുകളില്ല.
ആദ്യം പറഞ്ഞതുപോലെ ഇരിക്കരുത് സിലബസിൽ. സിലബസിൽ ചവിട്ടി നിൽക്കുകയാകാവൂ. പുതിയ യാത്രകൾ, പുതിയ ആകാശം, പുതിയ ചിന്തകൾ, പുതിയ വായനകൾ. അപ്പോഴും മടുത്തു പോകാതെ മൈ ജീസസ്, മൈ ജീസസ്, എൻ്റെ യേശു. എല്ലാവരുടെയും മൗനാനുവാദത്തോടെ നിങ്ങളുടെ വലത്തെ കൈ എന്നെ ഒന്ന് ഉയർത്തി കാണിക്കോ. റൈറ്റ് ഹാൻഡ് കൊണ്ടുവന്നിട്ടുള്ളവർ മാത്രം, ഇല്ലാത്തവര് പൊക്കണമെന്നില്ല. വലത്തെ കൈ ഇതാണ്. 12 ക്ലാസ് പഠിച്ചിട്ട് ഇടത്തേതാണ് വലത്തേതാണെന്ന് അറിയുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് കൂടെ നോക്കണം. ഈ വലത്തെ കൈ ഉയർത്തി കാണിച്ചില്ലേ? ഈ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടാവാം. അവിടേക്കൊന്ന് കൈ ഒന്ന് അമർത്തി വെച്ച് എന്നിട്ട് പറ, യേശു പറഞ്ഞു. ഇത്ര ശബ്ദമല്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഐ ആം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഉറക്കെ പറയും. ഞാൻ തിരിഞ്ഞു പോകില്ല, സമയം. ഐ ആം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഉറക്കെ, ഐ ആം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ യേശുവിൽ വേരൂന്നിയ കുഞ്ഞാണ്. ഞാൻ യേശുവിനെ കൈവിടില്ല. ആ നെഞ്ചത്തെ ഈ ഹൃദയമുണ്ടല്ലോ, ഹൃദയം ഇടത്തല്ലേ, എനിക്ക് തെറ്റിയ ആളല്ല. അവിടെ ഒന്നുകൂടെ ഒന്ന് അമർത്തിക്കേ. ചങ്കാണന്റെ യേശു. ഒരു പാട്ട് കിട്ടില്ലേ? പാടണ്ട, സമയമില്ല. ഒരു പാട്ട് ആദ്യം പാടിയാണ് നമ്മൾ തുടങ്ങിയത്. ഐ എം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. പറഞ്ഞേ, ഐ എം റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. ആദ്യം പഠിച്ച സങ്കീർത്തനം ഏതാ? യഹോവ എൻ്റെ എനിക്ക്. അത് മറന്നിട്ടില്ലല്ലോ. അത് കഴിഞ്ഞ് പഠിച്ച ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞില്ലേ? അത് മറന്നു. A+B അത് മറന്നു. യഹോവ എൻ്റെ, അത് പ്രോഗ്രാമിംഗ് ആണ്, ഹൃദയത്തിൽ പ്രോഗ്രാം ചെയ്തതാണ്. പിന്നീട് പഠിച്ചതെല്ലാം സ്റ്റഡിങ് ആണ്, അത് തലകൊണ്ടാണ്. സങ്കീർത്തനം അക്ഷരം പഠിക്കുന്നതിന് മുമ്പേ ചങ്കിൽ പ്രോഗ്രാം ചെയ്താണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരനർത്ഥവും എന്റെ യേശു. പറഞ്ഞേ, ഉറക്കെ പറ. വല്ലാത്തൊരു പ്രേമത്തോടെ, നിങ്ങളുടെ കർത്താവിനോട് വല്ലാത്തൊരു സ്നേഹത്തോടെ പറ, എന്റെ യേശു, എന്റെ കർത്താവ്. എന്റെ പ്രിയപ്പെട്ട എല്ലാ സർട്ടിഫിക്കറ്റ് സ്വീകരിക്കുന്ന മക്കളെയും ഹൃദയം കൊണ്ട് പ്രണമിക്കുന്നു. ബി.എഡിനൊരു തിയറി ഉണ്ട്, ഒറ്റ വരിയാണ്. എ ഗ്രാജുവേറ്റ് ഇൻ യെസ്റ്റർഡേ റിമെയിൻ സൈലന്റ് ടുഡേ വിൽ ബി ആൻ അൺഎഡ്യൂക്കേറ്റഡ് ടുമോറോ. എ ഗ്രാജുവേറ്റ് ഇൻ യെസ്റ്റർഡേ, ഇത് ഗ്രാജുവേഷൻ ആണ്. എ ഗ്രാജുവേറ്റ് ഇൻ യെസ്റ്റർഡേ റിമെയിൻ സൈലന്റ് ടുഡേ വിൽ ബി ആൻ അൺഎഡ്യൂക്കേറ്റഡ് ടുമോറോ. ഇന്ന് നമ്മൾ ഗ്രാജുവേറ്റ് ആണ്, നാളെ ഒന്നുമില്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ അക്ഷരം അറിയാത്തവരെ പോലെയാണ്. നിരന്തരം റിഫ്രഷ് ചെയ്യുക, നിരന്തരം അപ്ഡേറ്റഡ് ആകുക, നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക, വളരുക. നിങ്ങളുടെ ആകാശം വിശാലമാണ്. നന്ദി, എല്ലാവരോടും നന്ദി.